നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഒരു ലൈൻ സെഗ്മെന്റിന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പഠിച്ചു. പിന്നെ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു ഇല്ലേ? ഇനി സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയോ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോ ഇപ്പൊ 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതേപോലെ 150 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 15 സെന്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി സെന്റിമീറ്ററിന്റെ യൂണിറ്റ് തന്നിട്ട് മെഷർമെന്റ് തന്നിട്ട് അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 × 10 ചെയ്യാം. എത്ര കിട്ടും? 50 മില്ലിമീറ്റർ. ഓക്കെ, ഇനി 25 സെന്റിമീറ്റർ ആണെങ്കിലോ? 25 സെന്റിമീറ്റർ ആണെങ്കിൽ 25 × 10 എത്ര കിട്ടും? 250 മില്ലിമീറ്റർ. മനസ്സിലായോ? ഓക്കെ, ഇനി മില്ലിമീറ്ററിന്റെ സെന്റിമീറ്ററിന്റെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻറ്റു സെന്റിമീറ്റർ, കൺവേർഷൻ ഓഫ് സെന്റിമീറ്റേഴ്സ് ഇൻറ്റു മീറ്റർ, കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റർ, കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻറ്റു കിലോമീറ്റർ. അതായത് സെന്റിമീറ്ററും മീറ്ററും കിലോമീറ്ററും മാത്രമേ നിങ്ങൾക്ക് കൺവേർഷൻ പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത്? സെന്റിമീറ്ററും മില്ലിമീറ്ററും സെന്റിമീറ്ററും മീറ്ററും കിലോമീറ്ററും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. ഇത് എഴുതി വെച്ചിട്ടുണ്ടോ ബുക്കില്? എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തായാലും ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് കൺവേർഷൻ ശരിക്കും മനസ്സിലാവുള്ളൂ. ഓക്കെ, റെഡിങ് ഉണ്ടെങ്കിൽ റെഡിങ്ങിൽ തന്നെ ഒരു ബോക്സ് വരച്ചു വെച്ചോ ഇതിന്. അല്ലെങ്കിൽ കളർ പെൻസിലോ സ്കെച്ചോ എന്തെങ്കിലും എടുത്തിട്ട് റെഡ് കളർ കൊണ്ട് ഒരു ബോക്സ് വരച്ചു വെക്കാം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. ഇനി എങ്ങനെയാ കൺവേർഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. എങ്ങനെയാ കൺവേർഷൻ ചെയ്യേണ്ടത്? കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻറ്റു സെന്റിമീറ്റർ. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൺവേർഷൻ ഓഫ് മീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ. ഈ ഹെഡിങ്ങും കൂടി എഴുതി വെച്ചോട്ടോ. കൺവേർഷൻ ഓഫ് meters into centimeters. Conversion of meters into centimeters. Example നോക്കിക്കോ. 5 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്
1 meter is equal to 100 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 meter is equal to 100 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 meter 5 meter ഉണ്ട്. എത്ര 1 meters കൂടിയാലാണ് 5 meters ആവുന്നത്? 1 meter plus 1 meter plus 1 meter plus 1 meter plus 1 meter. 5 1 meters കൂടിയല്ലേ 5 meters ആവുന്നേ അല്ലേ? ഈ എക്സാമ്പിൾ എഴുതണ്ട, മിസ് പറയുമ്പോൾ എഴുതിയാൽ മതി. 5 1 meters ചേർന്നാലാണ് 5 meters ആവുന്നത്. അപ്പൊ 1 meter plus 1 meter plus 1 meter plus 1 meter plus 1 meter. ഇനി 1 meter എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 1 meter എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്ററാ? 100 centimeter. 100 centimeter plus 100 centimeter plus 100 centimeter plus 100 centimeter plus 100 centimeter. അപ്പൊ ഈ 1 മീറ്ററിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? സെന്റിമീറ്റർ ആക്കി എഴുതി. 5 times 100 centimeter ആഡ് ചെയ്താൽ എത്ര കിട്ടും? 5 times 100 centimeter ആഡ് ചെയ്താൽ 500 centimeter എന്ന് കിട്ടും. 500 centimeter എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് നമ്മളിപ്പോ കൺവേർട്ട് ചെയ്തത് 5 മീറ്ററിനെ 5 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്തേ? 5 into 100 equal to 500 അല്ലേ? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഇവിടെ ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻടു സെന്റിമീറ്റേഴ്സ്. എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന മീറ്ററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതെങ്ങനെയാ ഇപ്പൊ എഴുതി വെക്കാം? ഹെഡിങ് എഴുതി വെച്ചല്ലേ അല്ലേ? എന്താ ഷഫി? ഒന്നുമില്ല. ഓക്കെ, ഹെഡിങ് എഴുതിയില്ല. ഈ ഒരു ഹെഡിങ് എഴുതി വെച്ചോ, കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻടു സെന്റിമീറ്റർ. അതിന് താഴെ മിസ് പറയുന്നത് പോലെ എഴുതിക്കോ. ടൈപ്പ് ചെയ്ത് തരാം കേട്ടോ. ടു കൺവേർട്ട് meter into meters into centimeters, multiply the given meter measurement by 100. To convert meters into centimeters, multiply the given meter measurement by 100. എന്നിട്ട് അതിന് താഴെ കുറച്ച് എക്സാമ്പിൾ എഴുതിക്കോ. (51 meter is equal to എത്രയാന്ന് എഴുതാ? 28 meter is equal to എത്ര സെന്റിമീറ്റർ ആന്ന് എഴുതാ? 32 meter is equal to കൺവേർട്ടർ എന്നെ എഴുതിയില്ല അല്ലേ?
ഓക്കെ, സാരല്ല, നിങ്ങൾ ഇവിടെ ഒരു n കൊടുത്താൽ മതി. ഇവിടെ ഒരു n ഉണ്ട്, CON. To convert meters into centimeters, multiply the given meter measurement by 100. ഇതൊക്കെ എത്രയാന്ന് എഴുതിയേ? 51 meter is equal to 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു പണിയല്ല, 2 0 ഇട്ട് കൊടുത്താൽ മതി. 5100 centimeter. 28 meter is equal to 2800 centimeter. 32 meter is equal to 3200 centimeter. എക്സാമ്പിളും കൂടി എഴുതി വെക്കാം. എഴുതിയോ? പെട്ടെന്ന് എഴുതണേ, കൂടുതൽ സമയം എടുക്കല്ലേ. കഴിഞ്ഞോ? സ്പീഡാക്ക്, സ്പീഡാക്ക്. കഴിഞ്ഞില്ല എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് പഠിച്ചു? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് എന്താ നോക്കണ്ടേ നമുക്ക്? ഇതിന് നേരെ ഓപ്പോസിറ്റ്, സെന്റിമീറ്ററിൽ തന്നാല് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഈ ഫോണിന്റെ ലെങ്ത് മെഷർമെന്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ സെന്റിമീറ്റർ അല്ലേ പറയാ, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ബുക്കിന്റെ ലെങ്ത്തും വിഡ്ത്തും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റിമീറ്ററിൽ പറയും. നമുക്കതിന് മീറ്ററിൽ പറയണമെങ്കിൽ ചെറിയ മെഷർമെന്റ് അല്ലേ, ഇതൊരു മീറ്റർ ഒന്നും ഉണ്ടാവില്ല. ഈ ബുക്ക് എന്ന് വെച്ചാൽ ഒരു മീറ്റർ ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്കതിനെ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം? നമ്മൾ ആദ്യം മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി. കണ്ടോ? മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതേപോലെ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, മൾട്ടിപ്ലിക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡിവിഷൻ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ ഹെഡിങ് എഴുതാം. ഓക്കെ, കൺവേർഷൻ ഓഫ് centimeters into
centimeters into meters. Conversion of centimeters into meters. To convert centimeters into meters, divide the given measurement by 100. To convert centimeters into meters, divide the given measurement by 100. Conversion of centimeters into meters. To convert centimeters into meters, divide the given measurement by 100. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ബോക്സിൽ കാണുന്നത് അതിന് താഴെ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ ഇന്ന് 2 കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിൽ ബൈ ഹാർട്ട് ആക്കിയിട്ട് വെക്കുക. കൺവേർഷൻ ഓഫ് മീറ്റേഴ്സ് ഇൻറ്റു സെന്റിമീറ്റേഴ്സും കൺവേർഷൻ ഓഫ് സെന്റിമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സും ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വൈ? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അതുകൊണ്ട് മീറ്ററിനെ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന് നേരെ ഓപ്പോസിറ്റ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇന്നത്തെ ഹോംവർക്ക് വേണ്ടേ? പേജ് നമ്പർ 119, പേജ് നമ്പർ 119, exercise 5.1. exercise 5.1. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഉണ്ടോ? ഓക്കെ, എക്സസൈസ് 5.1 കണ്ടോ? പേജ് നമ്പർ 119 അതിനകത്ത് ബിയും സിയും കൺവേർട്ട് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻറ്റു മീറ്റേഴ്സും കൺവേർട്ട് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻറ്റു സെന്റിമീറ്റേഴ്സും. അതിനകത്ത് തന്നെ ടെക്സ്റ്റ് തന്നെ ആൻസർ ചെയ്താൽ മതി, നോട്ടിലേക്ക് എഴുതണമെന്നില്ല. അതിനടുത്തേക്ക് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് തന്നെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ 2 കൺവേർഷനിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ള കൺവേർഷൻ നാളെ പഠിക്കാം. നാളെ അല്ല, അടുത്ത ക്ലാസ്സിൽ. എന്താ ഷഫി? ടീച്ചറിനെ പേഴ്സണലായിട്ടാണ് അയക്കേണ്ടത്. പേഴ്സണലായിട്ട് തന്നെ അയച്ചോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ വേറെ? അപ്പൊ ഈ കൺവേർഷൻ വൃത്തിയിൽ പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള നമുക്ക് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും ഹോംവർക്ക് ചെയ്യാം. ഇന്ന് തന്നെ അയച്ചു തരണേ, മടിക്കല്ലേ. ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള കുറെ പേരുണ്ട്, ചെയ്താലും അയച്ചു തരാത്ത കുറെ പേരുണ്ട് കേട്ടോ. ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവരും എനിക്ക് ഹോംവർക്ക് അയച്ചു തരണേ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിക്കും. അയച്ചു തരാത്തവരൊക്കെ ഞാൻ വിളിക്കും. നിങ്ങൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഫെഡറിനൊക്കെ ഇന്ന് ക്ലാസ് കയറിയിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാതെ എങ്ങാനും ഇരിക്കട്ടെ, ഞാൻ വിളിക്കുന്നുണ്ട്. സെറയുടെ ഹോംവർക്ക് കിട്ടാറില്ല, ആൻഡ്രോസിന്റെ കിട്ടാറില്ല, പിന്നെ ആരാ, ആരോന്റെ ഇടയ്ക്ക് കിട്ടും, ചില സമയത്ത് കിട്ടാറില്ല, ആഗ്നസിന്റെ ഇല്ല, എബിന്റെ കൃത്യമായിട്ട് കിട്ടാറുണ്ട്, ദേവാഞ്ജനയുടെ കിട്ടാറുണ്ട്.
ദേവപ്രിയയുടെ കിട്ടാറുണ്ട്, ആദിദേവ്, സൂര്യദേവ്, ശ്രീദേവ് ഇവരൊക്കെ അയച്ചു തരാറുണ്ട്, ഷെഫി അയച്ചു തരാറുണ്ട്, അൽന അയച്ചു തരാറുണ്ട്. കിട്ടാത്ത കുറച്ച് പേരുണ്ട്. ഈ മലയാളത്തിലെ പേര് ടൈപ്പ് ചെയ്ത ആരാ? വീഡിയോ ഓഫ് ആണല്ലോ. ഇതിൽ മലയാളം സപ്പോർട്ട് ആയതുകൊണ്ട് പേര് കാണുന്നില്ല. ആഷൻ ആണോ? ഓക്കെ, ആഷനാന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും ഹോംവർക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.